ഹായ് ഗായ്സ്, ഗ്ലിബർ ന്യൂഡ് ചാനൽ എല്ലാവർക്കും സ്വന്തം ബിഗ് ബോസ് മലയാളം സീസൺ 7 വാശിയേറിയ വോട്ടിംഗ് പോരാട്ടത്തിന്റെ അവസാന മണിക്കൂറിലേക്ക് അടുത്തിരിക്കുകയാണ്. നമ്മളിന്ന് വെള്ളിയാഴ്ച 11 മണി വരെയുള്ള ഒരു അൺഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസ് ആണ് നോക്കാൻ പോകുന്നത്. ഇനി 1 മണിക്കൂർ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ വോട്ടിംഗ് അവസാനിക്കാൻ. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് നിൽക്കുന്ന 3 പേരും ഇഞ്ചോടിഞ്ച് മത്സരമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ 3 പേരിൽ ഒരാളായിരിക്കും ഇത്തവണ പുറത്തു പോകുന്നത്. അതെന്തായാലും നാളെ ലാലേട്ടൻ വന്ന് ഷൂട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിൻ്റെ വിവരം അറിഞ്ഞാൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അതിനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സന്ദർശിക്കുക. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവേത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതോടൊപ്പം നിങ്ങൾക്ക് ആരെയാണ് പുറത്താക്കാൻ ആഗ്രഹിക്കുന്നതും കൂടെ വീഡിയോയുടെ ഇടയിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഇന്ന് രാത്രി 11 മണി റോഡിംഗ് റിസൾട്ടിൽ 1-ാം പൊസിഷൻ അത് ഷാനവാസ് തന്നെയാണ് തുടരുന്നത്. ഷാനവാസിൻ്റെ പൊസിഷന് യാതൊരു കുഴപ്പവും സംഭവിച്ചില്ല. ഷാനവാസ് 100 അല്ല 200% സേഫാണ്. മറ്റുള്ള മത്സരാർത്ഥികളിൽ നിന്ന് ബഹുദൂരം മുന്നിലേക്ക് പോയി പാറ പോലെ 1-ാം പൊസിഷനിൽ തന്നെ ഉറച്ചിരുന്ന ഒരു മത്സരാർത്ഥിയാണ്. 34,321 വോട്ടോടുകൂടി 1-ാം പൊസിഷനാണുള്ളത്. 2-ാം പൊസിഷനിൽ വേദലക്ഷ്മിയാണ് തുടരുന്നത്. വേദലക്ഷ്മി തുടക്കത്തിൽ പതറിയെങ്കിലും വോട്ടിങ്ങിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് ആകുമ്പോൾ 24,566 എന്ന കൂറ്റൻ വോട്ട് നേടി 2-ാം പൊസിഷനിലാണ് നിലനിർത്തിയിരിക്കുന്നത്. 3-ാം പൊസിഷനിൽ നൂറ് തന്നെ തുടരുകയാണ്. നൂറയുടെ പൊസിഷന് യാതൊരു മാറ്റം ഉണ്ടായിട്ടില്ല. 21,345 വോട്ടാണ് നൂറ് കരസ്ഥമാക്കിയിരിക്കുന്നത്. തുടക്കത്തിൽ ഷാനവാസിനെ അട്ടിമറിക്കുമെന്ന് തോന്നിയെങ്കിലും പിന്നീട് വോട്ടിങ്ങിൽ ഇടിവ് കാരണം 3-ാം പൊസിഷനിലേക്ക് വന്നിരിക്കുകയാണ്. 4-ാം പൊസിഷനിൽ ബിന്നി സെബാസ്റ്റ്യനാണ് ഉള്ളത്. ബിന്നി ഇത്തവണ പുറത്തു പോകുമെന്ന് വിചാരിച്ചിരുന്ന മത്സരാർത്ഥിയായിരുന്നു. എന്നാൽ 4-ാം പൊസിഷനിലേക്ക് കയറി വന്നിട്ടുണ്ട്. സേഫായ ഒരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. 17,300 വോട്ട് നേടിയാണ് 4-ാം പൊസിഷനിലുള്ളത്. 5-ാം പൊസിഷനിലുള്ളത് ആദിലയാണ്. ആദില ഒരു ഘട്ടത്തിൽ 3-ാം പൊസിഷനിലായിരുന്നു. എന്നാൽ പിന്നീട് അങ്ങോട്ട് വോട്ടിംഗ് ഇടിവ് കാരണം പിന്നിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം ഒരു സേഫ് എന്ന് പറയുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. 16,431 വോട്ട് കൂടി 5-ാം പൊസിഷനാണുള്ളത്. 6-ാം പൊസിഷനിലുള്ള സാബുമോനാണ്. സാബുമാൻ സേഫ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം സേഫ് തന്നെയാണ്. 16,222 വോട്ട് നേടിയാണ് 6-ാം പൊസിഷനിലുള്ളത്. കാരണം ഇനി 1 മണിക്കൂർ മാത്രമേ വോട്ടിംഗ് അവശേഷിക്കുന്നുള്ളൂ. വേറെ അട്ടിമറികളൊന്നും നടന്നില്ലെങ്കിൽ സാബുമോൻ സേഫ് ആണെന്ന് ഉറപ്പിച്ച് പറയാം. 7-ാം പൊസിഷനിൽ റന ഫാത്തിമയാണ് ഉള്ളത്. റന ഫാത്തിമയുടെ പൊസിഷൻ ഒരു ഡേഞ്ചറിൽ തന്നെയാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇനി 1 മണിക്കൂർ വോട്ടിങ്ങിന് അവശേഷിക്കുന്നുണ്ട്. ഇപ്പോൾ 15,999 വോട്ട് നേടി 7-ാം പൊസിഷനാണ് തുടരുന്നത്. 8-ാം പൊസിഷനിലേക്ക് ആര്യൻ കയറി വന്നിട്ടുണ്ട്. ആര്യനും റനയും ചെറിയ വോട്ടിൻ്റെ വ്യത്യാസം മാത്രമുള്ളൂ. ഇപ്പോൾ 15,945 വോട്ട് നേടി ഡേഞ്ചർ പൊസിഷനിലായ 8-ാം പൊസിഷനിലാണ്. 1 മണിക്കൂറിലെ വോട്ട് നിർണ്ണയമാണ്. 9-ാം പൊസിഷനിലേക്ക് നെവിൻ വീണുപോയിരിക്കുകയാണ്. നെവിൻ ഇപ്പോൾ ലാസ്റ്റ് പൊസിഷനാണ്, ഡേഞ്ചറിലാണ്. 1 മണിക്കൂറിലെ വോട്ടിംഗ് വളരെ നിർണ്ണയമാണ്. ഇപ്പോൾ 15,921 വോട്ട് നേടി 9-ാം പൊസിഷൻ എന്ന ഡേഞ്ചർ സോണിലാണ് 1 മണിക്കൂറിൽ കാത്തിരിക്കുന്നത്.